2014 ജൂലൈ മാസം 14-ാം തീയതിയാണ്. അന്ന് രാവിലെ തന്നെ ഈ ആലക്കോട് CI ശ്രീ സുധാകരൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഡക്കോയിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെറുപുഴക്കടുത്തായിട്ട് വരും. രണ്ടിൻ്റെ ബോർഡറാണ്. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ്റെ ആലക്കോട് പോലീസ് സ്റ്റേഷൻ്റെ ബോർഡറിലായിട്ട് ഒരു ബ്രിജിത്ത എന്ന് പറഞ്ഞൊരു 72 വയസ്സായ സ്ത്രീ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഈ ഡക്കോയിറ്റ് നടന്നിരിക്കുക. ഈ ബ്രിജിത്ത നേരത്തെ ജർമ്മനിയിൽ നേഴ്സായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്ന് താമസിക്കുകയാണ്. ബ്രിജിത്തയുടെ ഹസ്ബൻഡ് നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ബ്രിജിത്ത അത്യാവശ്യം കിട്ടിയ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. കുട്ടികളൊന്നും ആരും ഒറ്റയ്ക്കാണ് താമസം, തനിയെ താമസിക്കുന്നത്. ഒരു 6-7 പട്ടികളെ വളർത്തുന്നുണ്ട്. കൂട്ടിലിട്ട് നല്ല നിലക്ക് നോക്കി വളർത്തുന്നുണ്ട്. ഒരു 2.5 ഏക്കർ ഭൂമി കാണും. ബ്രിജിത്തൻ്റെ വീടിരിക്കുന്ന പുരയിടം ഏകദേശം 2.5 ഏക്കർ വരും. അവിടെ അത്യാവശ്യം നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രിജിത്ത പുറത്ത് പോകുമ്പോൾ സാധാരണ ഏകദേശം തൻ്റെ കൈവശമുള്ള സ്വർണ്ണാഭരണം മുഴുവൻ ധരിച്ച്, ഡയമണ്ട്സൊക്കെ ഉണ്ട്, ഈ രത്നമൊക്കെ ധരിച്ച് ഇങ്ങനെ വളരെ ആർഭാടമായിട്ട് അല്ലെങ്കിൽ വളരെ അലങ്കാരത്തോടു കൂടിയാണ് പുറത്ത് പോകാറ്. അത് അവരൊരു ഹാബിറ്റാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നി പ്രായം കൂടി വരുമ്പോൾ ആഭരണത്തോടുള്ള ഒരു കമ്പം കൂടി വരാനെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ബന്ധുക്കൾ പലരും അവർ ഉപദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ആഭരണം വിട്ട് നടക്കുന്നത് ശരിയല്ല. ബ്രിജിത്തൻ്റെ ഒരു ബന്ധു ഒരു പോലീസുകാരൻ തന്നെയുണ്ട്, ഒരകന്ന ബന്ധുവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയും ഇവരും തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആഭരണം ധരിച്ച് നടക്കുന്നതൊരു ശരിയായ കാര്യമല്ല. അത് പലപ്പോഴും ഒരു ക്രൈം പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ബ്രിജിത്ത ഒന്നും കേൾക്കില്ല. ഇങ്ങനെ ചെറുപുഴ, അടുത്ത ടൗൺ ചെറുപുഴയാണ്, ഇല്ല പെരിങ്ങോമുണ്ട്. ആലക്കോട് പോകുമ്പോഴൊക്കെ ബ്രിജിത്ത ആഭരണമൊക്കെ ധരിച്ച് വളരെ മാന്യമായി വേഷം ധരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത് കാണുന്നവർക്ക് തോന്നും ബ്രിജിത്ത സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണ്. ഒരുപാട് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്, രത്നങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്, അത്യാവശ്യം പൈസ കിട്ടുമെന്നുള്ളൊരു തോന്നൽ ഒരു ക്രിമിനൽ ടെൻഡൻസികൾ ആർക്കും പെട്ടെന്ന് തോന്നും. അപ്പോൾ 14-ാം തീയതി ആണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 13-ാം തീയതി രാത്രി വൈകിട്ട് ഏകദേശം ഒരു 7 മണി തൊട്ട് ഇല്ല 7:30 തൊട്ട് രാത്രി ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വരെ ഈ കുറ്റകൃത്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ബ്രിജിത്ത എന്തോ ഒച്ച കേട്ടിട്ട്, ഈ നായയുടെ കുര കേട്ടിട്ട് എന്തോ ഒച്ച കേട്ടിട്ടും ഈ മേലെ 2 നില വീടാണ്. അപ്പോൾ 2 നില വീടിൻ്റെ മേലെയുള്ള ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഡോർ തുറന്ന് ബാൽക്കണിക്ക് ഇറങ്ങി എന്താണെന്ന് നോക്കിയാണ്. എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ ഈ ഷീറ്റ് കൂടി ആസ്പെറ്റോസ് ഷീറ്റുണ്ട്. അപ്പോൾ നമുക്കറിയാം അവിടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ആലക്കോട് ഒക്കെ ഒരു മലമ്പ്രദേശമാണ്. അവിടെ തട്ടായിട്ടായിരിക്കും ഭൂമി. വീട് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരിക്കും മൺകൂന ഉയർന്നു നിൽക്കുന്നുണ്ട് ആ വീടിനൊപ്പത്തിൽ. അതായത് ആ വീട് വെക്കാൻ വേണ്ടി മണ്ണ് മാറ്റിയിട്ട് വീട് വെച്ചതായിരിക്കും അവിടെ. അപ്പോൾ ബ്രിജിത്ത ശബ്ദം കേട്ടത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി അകത്ത് കിടന്നവരാവണം. ഈ ബാൽക്കണിൻ്റെ സൈഡിൽ പതുങ്ങിയിരുന്നവർ പെട്ടെന്ന് ചാടിക്കിടന്ന് ബാൽക്കണിയിൽ എത്തിയിട്ട് ബ്രിജിത്തയെ ബലമായി പിടിച്ച് റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി വായിൽ തുണി തിരുകി മറ്റവരെ കൂടി അകത്ത് വന്നു. ആ ബാൽക്കണിൻ്റെ ഡോർ അവർ അകത്തുനിന്ന് പൂട്ടി. അതിനുശേഷം ഈ ബ്രിജിത്തയെ കൈ രണ്ടും കെട്ടി കാലും കെട്ടി. എന്നിട്ട് ബ്രിജിതയോട് ചോദിച്ചു ഈ ആഭരണങ്ങളൊക്കെ എവിടെയല്ല, സ്വർണ്ണം എന്ത് ചെയ്യും? അപ്പോൾ ബ്രിജിത പറഞ്ഞു, ബ്രിജിതൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവർക്ക് ജർമ്മനിയിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ട്രെയിനിങ് കിട്ടാറുണ്ട്. അത്രേ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഒരു ക്രിമിനൽ വന്നിട്ടൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി കൊടുത്താൽ നമുക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാം. പ്രോപ്പർട്ടി പിന്നീട് ചിലപ്പോൾ ഈ ക്രിമിനലിനെ പിടിക്കുമ്പോൾ കിട്ടിയേക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളവർ ചോദിച്ചാൽ ഈ പ്രോപ്പർട്ടി ഓർണമെൻറ്റ്സ് ആണെങ്കിലും ശരി, ക്യാഷ് ആണെങ്കിലും ശരി അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തേക്കുക. അപ്പോൾ ബ്രിജിത്ത പറഞ്ഞു ഇങ്ങനെ ഞാൻ താഴെ റൂമിലുണ്ട്, താഴെ റൂമിലുള്ള അലമാരയിൽ ഈ പറയുന്ന ആഭരണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ബ്രിജിത്തയെ പതിയെ പിടിച്ച് താഴേക്ക് ഇറക്കി കൊണ്ടുപോയി. അപ്പോൾ ബ്രിജിത്ത പറഞ്ഞു താക്കോൽ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിജിത്ത താഴെ മുറിയിലിരിക്കുന്നു. ഇവർ നേരെ താക്കോലൊക്കെ എടുത്ത് അലമാര തുറന്നു. സ്വർണ്ണാഭരണവും മറ്റുമൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇവർ 5 ആൾ മുറിയിലേക്ക് കടന്നു എന്നാണ് ബ്രിജിത്ത പറയുന്നത്.
അപ്പോൾ ബ്രിജിത്ത് അത്യാവശ്യം 70-72 വയസ്സുണ്ടെങ്കിൽ ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാണ്. പ്രത്യേകിച്ചും ഒരുപാട് കാലം വിദേശത്ത് ജോലി ചെയ്ത് ഈ നഴ്സിംഗ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേരുടെ സ്വഭാവ രീതിയും മറ്റുമൊക്കെ പഠിച്ച കൂട്ടത്തിലാണ്. അപ്പോൾ ബ്രിജിത്തൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം, ഈ അവർ അകത്ത് കടന്ന കള്ളന്മാർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രിജിത്ത പതിയെ കൈയിൻ്റെ കെട്ടൊന്ന് ലൂസാക്കാൻ നോക്കി. അപ്പോൾ പതിയെ ലൂസാക്കി ആ കയ്യിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കാലിലെ കെട്ട് അടിച്ചിട്ട് ആ ഡോറ് ഇവർ കള്ളന്മാരകത്തുള്ളപ്പോൾ ഡോറ് പുറത്തുനിന്ന് പൂട്ടാൻ നോക്കി. ഡോറ് പുറത്തുനിന്ന് വലിച്ച് കുറ്റിയിടുന്നതിന് മുമ്പ് കള്ളന്മാരത് ബലമായിട്ട് അവരൊക്കെ കൂടി ഒച്ച കേട്ട് അകത്തുനിന്ന് പിടിച്ച് വലിച്ച് വീണ്ടും ഒരു ബലമായിട്ട് തുറന്നു. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ ബ്രിജിത്ത് നേരത്തെ പഠിച്ച കാര്യമൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു. ഏതായാലും കള്ളന്മാരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം കിട്ടേണ്ട അടിയും തൊഴിയും ഒക്കെ ബ്രിജിത്തെ മേടിച്ച് വീണ്ടും ഒരു കൈയും കാലൊക്കെ കെട്ടി അനക്കാണ്ടോടി ഇട്ടു. ഒരാൾ ബ്രിജിത്തൻ്റെ അടുത്ത് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ബ്രിജിത്തൻ്റെ പരാതി അനുസരിച്ച് 43 പവനോളം വരുന്ന സ്വർണ്ണാഭരണം, 1 ലക്ഷം ക്യാഷായിട്ട് മറ്റുള്ള വാച്ചും മറ്റൊക്കെ ആയിട്ടും ഏകദേശം 1 ലക്ഷം രൂപയോളം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡയമണ്ട്സ് പോയിട്ടുണ്ട്. ബ്രിജിത്ത് അതിന് ശേഷം ഈ രാത്രി 9-9:30 മണിയോട് കൂടിയാണ് ഈ പറയുന്ന മോഷണം നടത്താൻ വന്ന ആക്രമണകാരികൾ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ബ്രിജിത്ത് അടുത്ത വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ബന്ധുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു. അവർ ഇവിടെ വന്നു. ഏതായാലും പോലീസ് സ്റ്റേഷന് പരാതിയായിട്ട് ഇവർ പിറ്റേ ദിവസം പുലർച്ചെയാണ് അവിടെ എത്തുന്നത്. അതിനു മുമ്പ് ബ്രിജിത്ത ഹോസ്പിറ്റലിൽ പോയി അത്യാവശ്യം ട്രീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ CIക്ക് കിട്ടിയ വിവരമാണ് CI എന്നെ അറിയിക്കുന്നത്. അതിൽ നമ്മൾ ഈ പോലീസിൻ്റെ രീതി അനുസരിച്ച് ഈ ക്രൈംസിനെ തന്നെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി ഒരു 3 ആക്കിക്കൊണ്ട് തിരിക്കാം. ഒന്ന് സാധാരണ ഓർഡിനറി ക്രൈം, അത് സാധാരണ SIമാർ അന്വേഷിച്ചാൽ മതിയാവും. ചില കേസ് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവ്സ് അനുസരിച്ച് ഗ്രേവ് ക്രൈംസായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവ് ക്രൈംസ് അന്വേഷിക്കാനുള്ള ബാധ്യത സെക്കൻഡ് ഇൻസ്പെക്ടറോട്ട് ഉള്ളവർക്കാണ്. മറ്റ് ചിലത് മാൻഡേറ്ററി പ്രൊവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അനുസരിച്ച് DYSP അന്വേഷിക്കേണ്ട കേസുണ്ട്. ഉദാഹരണത്തിന് ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് ആൻഡ് അട്രോസിറ്റീസ് അഗൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ട്രൈബ്സ് ഉണ്ട്. അത് DYSP മാൻഡേറ്ററി ആയിട്ട് അന്വേഷിക്കേണ്ട കേസാണ്. അതുപോലെ തന്നെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഉണ്ട്. നമുക്കറിയാം അടുത്ത കാലത്ത് NIAക്ക് ഉപയോഗിക്കുന്ന UAP എന്ന് പറഞ്ഞ ആക്ട്, അത് അന്വേഷിക്കാനുള്ള അധികാരം അവർക്കുണ്ട്, നമുക്ക് കേരള പോലീസിനുമുണ്ട്. പക്ഷേ NIA ആക്ട് അനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ ഒരു കേസ് UAP അനുസരിച്ചുള്ള കേസ് ഏത് സമയത്തും NIAക്ക് ടേക്ക് ഓവർ ചെയ്യാം. അതിൻ്റെ ഒരു കേസ് UAPക്ക് എടുത്താൽ നമ്മൾ അവരെ ഇൻറ്റിമേറ്റ് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ UAP അനുസരിച്ചുള്ള കേസും DYSP ആണ് അന്വേഷിക്കേണ്ടത്. അതുപോലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതിക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാനുള്ള ബാധ്യത സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ആ ആക്ട് അനുസരിച്ച് തന്നെ DYSPക്കാണ്. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം ഈ ഗ്രേവ് ക്രൈമിൽ പെടുന്നതുകൊണ്ട് CI അന്വേഷിക്കണം. അത് DYSP അത് സൂപ്പർവൈസ് ചെയ്യണം. അതിൻ്റെ റിവ്യൂ SP നടത്തണം. കഴിയുന്നതും DYSPയും SPയും സ്ഥലത്ത് പോകണം. ചില റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റാണ്, പോലീസിൻ്റെ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റാണ്. സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ അറ്റൻഷൻ ഒരു ക്രൈമിൽ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താനും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി ജാഗരൂകമായിട്ട് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷിക്കും. അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അത് പറയുന്ന DYSPക്കും SPക്കും ഒക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ CI എന്നെ വിളിച്ച് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ ഏകദേശം 14-ാം തീയതി രാവിലെ തന്നെ ഓഫീസിൽ നിന്നും എൻ്റെ വണ്ടിക്ക് നേരെ അവിടേക്ക് പുറപ്പെട്ടു. അപ്പോൾ CI സഹായിക്കാൻ വേണ്ടി അവിടെ ക്രൈം സ്ക്വാഡിൽ താല്പര്യമുള്ള നന്നായിട്ട് ജോലിയെടുക്കുന്ന വളരെ മിടുക്കോടുകൂടി ജോലിയെടുക്കുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു വിനോദ് കുമാർ എന്ന് പറഞ്ഞ, അന്ന് എനിക്ക് തോന്നുന്നു ഹെഡ് കോൺസ്റ്റബിളാണെന്ന് തോന്നുന്നു, വിനോദ് കുമാറുണ്ട്. ഒരു റജീസ് കറിയുണ്ട്, റാഫിയുണ്ട്, രാജേഷ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ അന്ന് വിളിച്ച് നേരെ ഈ പറയുന്ന സുധാകരൻ്റെ അടുത്ത് എത്താൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ക്രൈം വർക്ക് നടത്തി ഇല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ അന്വേഷിച്ച് അതിൽ താല്പര്യമുള്ളവരും പഴക്കം ചെന്നവരും പരിചയം സിദ്ധിച്ചവരുമാണ്. പലപ്പോഴും ഒരു സീൻ വിസിറ്റ് ചെയ്താൽ നമ്മൾ പലപ്പോഴും പോലീസിൻ്റെ ഭാഷയിൽ അതിനൊരു ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയും. ഈ ക്രിമിനൽ പ്രൊഫൈലിംഗ് നടത്തിയാൽ എനിക്കൊണ്ട് പലപ്പോഴും ഈ കസ്റ്റമർ പ്രൊഫൈലിംഗ് നടത്തുന്ന പോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊഫൈലിംഗ് നടത്തും. ഏതൊക്കെ രീതിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വരും, എന്താണ് അയാളുടെ ആവശ്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫൈലിംഗ് നടത്തുന്ന പോലെ തന്നെ ക്രിമിനൽ പ്രൊഫൈലിംഗ് സാധാരണ പോലീസ് നടത്താറുണ്ട്. അപ്പോൾ ഒരു സീൻ വിസിറ്റ് ചെയ്താൽ അയാളവിടെ ചെയ്തിരിക്കുന്ന രീതികൾ, ചിലർ ചിലപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും,
ചിലർ അതിൻ്റെ പുറത്ത് ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലർ എന്തെങ്കിലും കുടിക്കാൻ വല്ല ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ മദ്യം എന്തെങ്കിലും ഉണ്ട് അത് എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. ചിലർ പലപ്പോഴും ചെയ്യുന്ന ക്രൈം ഒരു കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് ക്രൈം ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. നമുക്കറിയാം ചില സ്ഥലത്ത് പോയാൽ ചിലർ സ്വർണവും ക്യാഷും മാത്രം എടുക്കുന്നവരുണ്ടാവും, മറ്റുള്ള ചിലർ ഇലക്ട്രോണിക്സ് ഗുഡ്സ് ഉൾപ്പെടെ മുഴുവൻ കൊണ്ടുപോകുന്നവരുണ്ടാവും. അങ്ങനെ വെറൈറ്റി ഓഫ് നേച്ചറുണ്ട്. അപ്പോൾ അതിനാണ് ഒരു ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും ക്രിമിനോളജി പഠിക്കുന്ന കുട്ടികൾക്ക് അതറിയാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിനോദ് കുമാർ, രജീഷ് കറിയ, രാജേഷ്, റാഫിക്ക ഈ ഒരു രീതിയിൽ വളരെ മിടുക്കന്മാരാണ്. അപ്പോൾ അവരോടൊന്ന് സ്ഥലത്തെത്താൻ പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ അവരും ഈ സീനിലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഈ എൻട്രി ഇവർ കള്ളന്മാരകത്തേക്ക് കടന്നിരിക്കുന്നത് ഈ പറയുന്ന ഭൂമീൻ്റെ തട്ടിൽ നിന്നിട്ട് അതിൻ്റെ മേലെ ഷീറ്റിൽ കൂടി ചവിട്ടിയാണ് അകത്ത് കടന്നിരിക്കുന്നത്. ഈ പറയുന്ന ബ്രിജിത്തതിന് ശേഷം ഈ പുറത്തേക്ക് വന്ന ബ്രിജിത്തയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അകത്തേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ ഈ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് ഒന്ന് നോക്കിയിട്ട് ഫിംഗർ പ്രിൻ്റൊന്നും നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. ഇവരുടെ അലമാരയിൽ നിന്നോ മറ്റുള്ള സ്ഥലത്തു നിന്ന് പ്രിൻ്റൊന്നും കിട്ടിയില്ല. അതൊക്കെ എനിക്കൊണ്ട് ഇവർ ചിലപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലർ പറയും ഷൂ ഇട്ട് വന്നിട്ട് ആ സോക്സ് ഉപയോഗിച്ച് അത് മായ്ച്ചു കളയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില കള്ളന്മാർ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ച് വന്നാൽ ഗ്ലൗസ് കൊണ്ടുവരുന്നവരുണ്ട്, വാഹനം നിർത്തുമ്പോഴോ ഇല്ലെങ്കിൽ ആളുകളെ ചെക്ക് ചെയ്യുമ്പോഴോ ഈ ഗ്ലൗസ് എന്തിനാണെന്ന് പോലീസിന് സംശയം തോന്നി ചോദിക്കാം. പലപ്പോഴും അത് ഇവരെ പോലീസിൻ്റെ പിടിയിലാകാൻ എളുപ്പമാണ്. സോക്സ് ഇട്ട് വന്നിട്ട് ആ സോക്സ് തന്നെ കയ്യിലിട്ട് കളവൊക്കെ നടത്തി തിരിച്ചു പോകുമ്പോൾ സോക്സ് തന്നെ കല്ലിട്ട് പോയാൽ ഒരാളും സാധാരണ രീതിക്ക് സംശയിക്കില്ല. പക്ഷെ ഒരു പ്രൊഫഷണൽ പോലീസ് ഉദ്യോഗസ്ഥനത് മനസ്സിലാവും, സോക്സ് ഇവർ കൊണ്ടുവന്നതായിരിക്കില്ല, ചിലപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂ ആയിരിക്കും, അതിൻ്റെ കൂടെ കൊണ്ടുവന്നതായിരിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെനിക്ക് കൊണ്ട് സോക്സ് മറ്റും ഉപയോഗിച്ചായിരിക്കണം ഈ പറയുന്ന ഓപ്പറേഷൻ നടത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു തെളിവ് ഈ ബ്രിജിത്ത പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ബ്രിജിത്ത പറയുന്നത് ഇവരൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ളവരാണ്, നല്ല സൈസുള്ളവരാണ്, 6 അടിക്ക് മീതെ ഉയരമുള്ളവരാണ്. ഈ പറയുന്ന 4 പേരും എന്നുള്ള മട്ടിലാണ് ബ്രിജിത്തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നല്ല സ്റ്റൗട്ടായിട്ടുള്ളവരാണ്, വലിയ പ്രായം ഉണ്ടാവില്ല, ഒരു 40 വയസ്സിൻ്റെ താഴെ ഉണ്ടാവും എല്ലാവർക്കും. അവർ മലയാളം സംസാരിച്ചിട്ടുണ്ട്, ചിലർ നന്നായിട്ട് തമിഴ് സംസാരിച്ചവരാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ് അറിയാവുന്നവർ ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇനി മലയാളികൾ സ്ഥിരം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് തമിഴ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ തമിഴ്നാടും കേരളവുമായിട്ട് ബന്ധമുള്ള ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ എന്നാലും വേറെ ഇൻഫർമേഷൻ ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. പിന്നെ പോലീസ് ചെയ്ത രീതി ഞാൻ പറഞ്ഞ പഴയ മോഡസ് ഓപ്പറാൻഡി ക്രിമിനൽസ്, ഈ പറയുന്ന ഡക്കോയിറ്റി നടത്തുന്ന ആളുകളെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഈ പറയുന്ന ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധി, തൊട്ടടുത്ത് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലൊക്കെ ഡക്കോയിറ്റി നടത്തിയ കേസിലുള്ളവരെ ലിസ്റ്റ് എടുത്തു ഒന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവിടെ ഈ ഒരു പ്രൊഫഷണൽ രീതിക്കൊരു ഡക്കോയിറ്റി നടത്തിയ കേസ് ഡിറ്റക്ഷൻ ആയതില്ല. പിന്നെ ഒരു മാറ്റർ ഫോർ ഗെയിൻ ഉള്ളത്, അതെനിക്കൊന്ന് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മാറ്റർ ഫോർ ഗെയിൻ പഴയൊരു കേസുണ്ട്. അത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ആഭരണം മോഷ്ടിക്കുന്നതിന് വേണ്ടി കൊലപ്പെടുത്തിയ കേസാണ്. ഈ മറിയക്കുട്ടി ഒറ്റക്ക് താമസിച്ചിരുന്ന സ്ത്രീയാണ്. അതും പോലീസിന് അന്ന് ഡിറ്റക്ഷൻ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കൊണ്ട് ഇപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ കേസിൻ്റെ മോഡസും ഇതുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം എൻട്രി ഒന്നാണ്. പക്ഷേ എനിക്കൊണ്ട് മറ്റേ കേസിൽ ചിലപ്പോൾ മറിയക്കുട്ടി കേസിൽ മോസ്റ്റ് പ്രോബബിലി അത് ഒരാളാവാനാണ് വഴി. സാധാരണ നിലക്ക് 4-5 അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൂടി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ പലപ്പോഴും എവിടെ നിന്നെങ്കിലുമൊക്കെ അത് ലീക്ക് ഔട്ട് ചെയ്ത് പോലീസിന് കിട്ടും, എന്തെങ്കിലും ഒരു രീതിക്ക് കിട്ടും അത്. അപ്പോൾ മറിയക്കുട്ടി കൊലക്കേസിൽ ചിലപ്പോൾ 1-2 പേരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നുള്ളായിരുന്നു നമ്മളുടെ ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്. പക്ഷെ അത് ക്ലൂ ഒന്നും കിട്ടാണ്ട് ഇപ്പോഴും അന്വേഷണ അവസ്ഥയിലാണ്. പിന്നെ നമ്മൾ ഈ കേസിൻ്റെ പുറകെ മറ്റുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കി ഡോഗ് സ്ക്വാഡിനെ കൊണ്ടൊരു സ്മെല്ല് കിട്ടിയെങ്കിലും വേറെ കുറച്ചവിടെ പോയിട്ട് ഡോഗ് അവിടെ നിന്നു. അപ്പോൾ നമ്മൾക്ക് തോന്നിയത് മിക്കവാറും ഒരു വാഹനത്തിലായിരിക്കണം ഇവർ വന്നിരിക്കുക. അപ്പോൾ ഇവർ ഈ അക്യൂസ്ഡ് എവിടം വരെ പോയോ അവിടം വരെ ട്രാക്ക് ചെയ്യാനേ നമ്മുടെ ഡോഗിന് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ ട്രാക്കർ അവിടെ പോയി നിന്നതിന് ശേഷം പിന്നെ അത് സ്മെല്ല് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഒരു വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ ഇതൊരു വളരെ ഇൻറ്റീരിയർ പ്ലേസാണ്, ഒരു ഹൈവേൻ്റെ അടുത്തുള്ള സ്ഥലമല്ല.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട് ഇല്ലെങ്കിൽ ബ്രിജിത്ത ആഭരണം ധരിച്ച് നടക്കുന്ന കണ്ട ഏതെങ്കിലും ക്രിമിനൽസ് ഇവരെ ചേസ് ചെയ്തൊന്ന് വീട് കൊണ്ടുവച്ചിട്ടുണ്ടാവാം. അതിനുശേഷം ഈ പറയുന്ന മറ്റുള്ളവരെയും കൂടി കൂട്ടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ബ്രിജിത്തൻ്റെ വീട് അറിയാവുന്ന ഏതൊരു ലോക്കൽ ഈ പറയുന്ന ക്രിമിനൽസിൻ്റെ കൂടെ കാണണം. അവൻ്റെ ഹെൽപ്പോട് കൂടി അവൻ കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണണം. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ആ മട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഈ ഡംപ് എടുക്കാമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പോലീസിനുണ്ട്. സാധാരണ നിലക്ക് നമ്മൾ ഈ പറയുന്ന ടവർ ഉണ്ടാവും, സിഗ്നൽ ടവർ ഉണ്ടാവും മൊബൈലിന്. അപ്പോൾ ചിലപ്പോൾ ഒരു സിഗ്നൽ ടവർ ചിലപ്പോൾ 2, 3, 4 കമ്പനിക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഓരോ സർവീസ് പ്രൊവൈഡർക്കും സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ടവർ കാണും. ഏതായാലും ഈ പറയുന്ന ബ്രിജിത്തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബ്രിജിത്തൻ്റെ വീട്ടിലേക്കും മറ്റുമൊക്കെ സിഗ്നൽ കിട്ടുന്ന മൊബൈൽ ടവറിൽ നിന്നും ജനറേറ്റ് ചെയ്തിരിക്കുന്ന കോഡ്സും ആ ടവറിൽ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്ന കോഡ്സിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെറിയൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. പല ജില്ലയിലും ഇല്ല, ചില ജില്ലയിലൊക്കെ അത് ഒരെണ്ണോ കാണുകയുള്ളൂ. പക്ഷെ അത് എനിക്ക് കൊണ്ടുവന്നത് കണ്ണൂർ നമ്മളത് കടം മേടിച്ചാണ് കൊണ്ടുവന്നു. അപ്പോൾ അത് മനോജ് കുമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം മറ്റേ കണ്ണൂരാണ്, സൈബർ സെല്ലുണ്ട്. കുറച്ച് കാലത്ത് നമ്മുടെ ATS-ലുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു. ജിഷ കേസിൽ ഈ മനോജ് കുമാറായിരുന്നു നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ നമ്മൾ വിളിപ്പിച്ചിരുന്നത്. അപ്പോൾ മനോജ് കുമാർ കണ്ണൂർ പോലീസിൻ്റെ സ്ട്രെങ്ത് ആയതുകൊണ്ട് മനോജിനോട് പറഞ്ഞു. മനോജ് വന്ന് അവിടുത്തെ ഡംപ് എടുത്തു. അത് മുഴുവൻ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിരിക്കുന്ന സംശയിക്കത്തക്ക ഒരു കോളും കാണുന്നില്ല. അതായത് ഒന്നുകിൽ അവിടെ ഒരു പുതിയ നമ്പർ വരണം, ഇല്ലെങ്കിൽ ഒരു പുതിയ നമ്പറിലേക്ക് അവിടെ നിന്നൊരു കോള് പോകണം. അങ്ങനെ ഒരു കോള് നമുക്ക് കാണുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആശയക്കുഴപ്പത്തില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മോഷ്ടാക്കൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു സംശയം വന്നു. അപ്പോൾ ഒന്നുകിൽ അത് നേരത്തെ സ്വിച്ച് ഓഫ് ആവണം അവിടെ വരുമ്പോൾ. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ 2-3 കിലോമീറ്റർ മാറിയുള്ള ആ ഒരു ടവറിൻ്റെ കീഴിൽ ഡംപ് കൂടി എടുക്കാൻ പറഞ്ഞു. അവിടുത്തെ ഡംപ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ എല്ലാ കോൾസും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഒരു ദിവസത്തെ കോൾ എടുത്താൽ ഒരുപാട് കോളുണ്ടാവും. ഈ ബ്രിജിത്തൻ്റെ വീട്ടിലെ ഡക്കോയിറ്റ് നടത്തുന്നതിന് അപ്പോൾ 7 മണിയെന്നാണ് പറഞ്ഞേക്കണേ ഏകദേശം. അപ്പോൾ അതിന് 1 മണിക്കൂർ മുമ്പുള്ള ഡംപ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ തൊട്ട്, അതായത് ഇപ്പോൾ 6 മണി തൊട്ട് ഇവർ ബ്രിജിത്തൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് 9 മണിക്കെന്നാണ് ബ്രിജിത്ത പറഞ്ഞിരിക്കുന്നത്. അവർ 10 മണി വരെ, അതിന് ശേഷവും പിന്നെ അവരോടൊന്നും തങ്ങി നിൽക്കുക പോകുന്നതിനിടയ്ക്കുള്ള സമയത്തിൻ്റെ എടുത്തിട്ട് 10 മണി വരെ. അപ്പോൾ 6 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ള എല്ലാ കോളും ആ ടവറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത, അതിൽ ടെർമിനേറ്റ് ചെയ്ത എല്ലാ കോളും എടുക്കാൻ പറഞ്ഞു. ആ കോളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മനോജാണെന്ന് പരിശോധിക്കാനാണ് എൻ്റെ ഓർമ്മ. പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് 2 നമ്പർ കിട്ടി. അത് ഓർക്കേണ്ട കാര്യം ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല. 14-ാം തീയതിയാണ് നമുക്ക് വിവരം കിട്ടുന്നത്. 13-ാം തീയതി രാത്രി സംഭവം. 15-ാം തീയതി നമ്മളൊരു ഇതിൻ്റെ മുഴുവൻ എടുത്ത് അനലൈസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ 2 ദിവസം എടുത്തേക്കും. അവർ 3-4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. നമ്മൾ 2 നമ്പർ അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മളുടെ നമ്പറല്ല, തമിഴ്നാട് ഉള്ള 2 നമ്പർ. അത് നമുക്കറിയാം, തമിഴ്നാടിൻ്റെ മറ്റൊക്കെ നമ്പർ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ അന്വേഷിച്ച് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നോക്കി നമ്മൾ. അപ്പോൾ ഒരു നമ്പർ എടുക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എറണാകുളത്ത് കാണിക്കുന്നുണ്ട്. ഈ നമ്പർ എറണാകുളത്താണ് കാണിക്കുന്നത്, അത് ലൈവാണ്. അപ്പോൾ അതിങ്ങനെ മനോജിനോട് പറഞ്ഞു, അതൊന്ന് ട്രാക്ക് ചെയ്തതെന്ന് പറഞ്ഞു, എവിടേക്ക് അത് പോകുന്നുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. നമുക്കറിയാം ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഈ നമ്മൾ പുറത്തു നിന്ന് കാണുന്ന മാതിരി പോലീസ് വെറുതെ പോയി ആ യൂണിഫോമിലൊക്കെ ഒന്ന് വടികൊണ്ട് തട്ടി സിനിമയെ കാണുന്നത് നോക്കി പോരുന്നതല്ല. അതിൻ്റെ ഒരു മാസ്റ്റർ ഉണ്ടാക്കണം. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളുടെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യണം. ഈ പറയുന്ന ഫിംഗർ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ എടുക്കണം. ഫിംഗർ പ്രിൻറ്റ് എക്സ്പെർട്ടിൻ്റെ മൊഴി എടുക്കണം. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. മെഡിക്കൽ ഓഫീസറെ കണ്ട് ചോദിച്ചിട്ട് ഇവർക്ക് പറ്റിയിരിക്കുന്ന പരിക്കുകളെ പറ്റി ചോദിക്കണം. അത് കെട്ടാൻ ഉപയോഗിച്ച വസ്തു എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കണം. അത് ബ്രിജിത്തൻ്റെ വീട്ടിൽ നിന്നാണോ കിട്ടിയില്ലേ, ഈ പറയുന്ന അക്യൂസ്ഡ് അല്ലെങ്കിൽ അസൈലൻസ് കൊണ്ടുവന്നതാണോ എന്ന് പരിശോധിക്കണം. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ സുധാരണ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ടവറിൻ്റെ ലൊക്കേഷൻ, ഈ പറയുന്ന നമ്മൾ സംശയിക്കുന്ന ടവറിൻ്റെ ലൊക്കേഷൻ എറണാകുളത്താണ്. അപ്പോൾ നോക്കുമ്പോൾ മറ്റേ ഫോണും എറണാകുളത്താണ്.
ഈ പറയുന്ന രണ്ടാമത് നമ്മൾക്ക് കിട്ടിയെന്ന് പറയുന്ന ഫോണും ഈ പറയുന്ന 2 കോളും എറണാകുളത്തുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും 2 പേരെങ്കിലും മിനിമം ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇവിടുത്തെ ഒരാൾ കാണുമല്ലോ, നമുക്കതൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ക്വൈറ്റ് നാച്ചുറൽ നമ്മൾ അന്വേഷിച്ചു, തമിഴ്നാടായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ, അതിനെപ്പറ്റി നമ്മളൊന്ന് അന്വേഷിച്ചു. അപ്പോൾ നമ്മൾക്ക് കിട്ടി വരും അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയൊരു കോറിയുണ്ട്, ഈ കരിങ്കൽ കോറിയുണ്ട്. ഈ കരിങ്കൽ കോറിയുടെ ഉടമസ്ഥൻ്റെ മകൻ അദ്ദേഹം ഇടയ്ക്ക് തമിഴ്നാട് പോയി വരുന്ന കൂട്ടത്തിലാണ്. ഈ കോറി നമുക്കറിയാം, ഒരുപാട് കോറി ഇല്ലീഗൽ കോറിങ്ങുള്ള സ്ഥലമുണ്ട്, ഒരുപാട് ലീഗൽ കോറിങ്ങുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഈ കോറിങ്ങിന് വേണ്ടി എക്സ്പ്ലോസീവ്സ് ലൈസൻസ് എടുക്കണം. ഈ കോറിങ് ലൈസൻസ് വേണം, എക്സ്പ്ലോസീവ്സ് ലൈസൻസ് വേണം. എക്സ്പ്ലോസീവ്സ് ലൈസൻസ് തന്നെ പലപ്പോഴും സ്റ്റോർ ചെയ്യാനുള്ള ലൈസൻസ് വേണം. ഇതെല്ലാ ലൈസൻസും ഉള്ളവർ വളരെ വളരെ കുറവാണ്. ഇല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരാളോ 2 ആളൊക്കെ കാണുള്ളൂ പലപ്പോഴും. അതുകൊണ്ട് തന്നെ കോറിക്കാർ പലപ്പോഴും ഇല്ലീഗലായിട്ട് സേലത്തുനിന്ന് മറ്റുമൊക്കെ ഈ പറയുന്ന എക്സ്പ്ലോസീവ്സ്, ചിലപ്പോൾ ജെലാറ്റിൻ സ്റ്റിക്ക് ആവാം, മറ്റുള്ള കാര്യങ്ങളാവാം, ഇതൊക്കെ അവരവിടെ നിന്ന് മേടിച്ചാണ് കൊണ്ടുവരാറ്. അത് കാറിന് കൊണ്ടുവരാൻ പലപ്പോഴും ചെക്കിങ് ഉണ്ടാവില്ല, എവിടെയെങ്കിലും കൊണ്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കും. ചിലപ്പോൾ സേലത്തു നിന്നോ അല്ലെ വേറെ എവിടെ നിന്നെങ്കിലും ആണെങ്കിൽ ആളുകൾ അവിടെ നിന്ന് ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ പൈസയും ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൊടുത്താൽ മതി. പക്ഷേ ഇത് ഈ വാഹനത്തിൽ ലൈസൻസ് ഉള്ളവർ കൊണ്ടുവരണമെങ്കിൽ അതിന് സെപ്പറേറ്റ് വാഹനം വേണം, അതിന് അവർ പറഞ്ഞ കേജിൻ്റെ ഡോറ് വേണം, കേജിൻ്റെ മറ്റുള്ള കേസ് മുഴുവൻ അവർ പറഞ്ഞ ബലമുള്ള കേജുള്ള കേസായിരിക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഈസിയസ്റ്റ് റൂട്ടാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ഇയാളുടെ മകനെ പറ്റി നമ്മൾ ചോദിച്ചു. അപ്പോൾ അയാളുടെ രൂപം ഭാവമൊക്കെ ചോദിച്ചപ്പോൾ ഇയാളൊരു 6 അടി 2 ഇഞ്ച് ഉയരമുണ്ട്, നല്ല സ്റ്റൗട്ടാണ്, വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ അയാളുടെ എങ്ങനെയാണ് സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് അയാളെ പറ്റി അങ്ങനെ പരാതിയൊന്നുമില്ല, അവർ ഇയാളെ കാണാറില്ല ഇവിടെ. ഇയാൾ പലപ്പോഴും കേരളത്തിന് വെളിയിൽ വേറെ എവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇയാൾ ഇവിടെ വരികയാണെങ്കിൽ ഇയാൾ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, വളരെ രഹസ്യമായിട്ട് നമ്മളിതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. ഈ കോറിങ് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് വേണ്ടി വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ ഇയാളുടെ സുഹൃത്തുക്കളോടും മറ്റൊക്കെ ഒന്ന് ചോദിച്ചു. എങ്ങനെയാണ് കോറി നടത്തുന്നത്, ഈ പൊട്ടിക്കുന്ന മെറ്റീരിയൽസ് ആർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇയാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്നത് ഒരു വെർണ വണ്ടിയാണെന്ന് നമുക്ക് വിവരം കിട്ടി. വെർണ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇയാളുടെ മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ ഇയാളുടെ മൊബൈൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ സമയത്ത്, അതായത് ബ്രിജിത്ത എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ വീട്ടിൽ കളവ് നടത്തുന്ന 13-ാം തീയതി ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, നമ്മളുടെ പ്രീപെയ്ഡ് കോളാണ് പ്രത്യേകിച്ചും എന്തെങ്കിലും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഒന്നില്ല ചിലപ്പോൾ സർവീസ് പ്രൊവൈഡറുടെ മെസ്സേജ് ആവും, ഇല്ലേ ഏതെങ്കിലും ആഡിൻ്റെ മെസ്സേജ് ആവും. അപ്പോൾ ഏത് മെസ്സേജ് കിട്ടിയാലും അതനുസരിച്ച് നമുക്ക് ടവർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വിളിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാലോ തിരിച്ചു വിളിച്ചാലോ ഒക്കെ നമുക്കത് ടവർ കിട്ടും.